അങ്ങനെ നീ ഒരു കുടുംബനാഥനാവാൻ പോവല്ലേ? ലവ് ലവറെന്നും പറഞ്ഞ് കുറച്ചു കാലം ജീവിതം ആസ്വദിക്കാനുള്ളതിന് അതെല്ലാം മാറ്റിവെച്ച് വേണ്ടാത്ത ഉത്തരവാദിത്വം തലയെ കയറ്റി വെച്ച് നീ നിന്റെ തലയിൽ തന്നെ മണ്ണ് വാരിയിടുവാണോ? ഇതിപ്പോ വീട്ടുകാരുടെയും കൂടെ നിർബന്ധമാണേ. അതിരിക്കട്ടെ, നിന്നെ കെട്ടാൻ പോകുന്നേരാ? ഫോട്ടോ കാണിക്കോ അതോ കല്യാണത്തിന് കണ്ടാ മതി എന്നാണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ കാണിക്കാം. കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കേ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വരുത്താം. അത് ശരി, നീ ഫോട്ടോ കാണിക്കുന്നേ ഞാൻ കരുതിയുള്ളൂ. നേരിട്ട് ആ കുട്ടിയെ തന്നെ വരാൻ പറയാ? വൈ നോട്ട്? ഈ സന്തോഷിന്റെ സന്തോഷത്തിന് സന്തോഷിനെ കെട്ടാൻ പോകുന്നവള് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്റെ അടുത്തേക്ക് വന്നേ തീരൂ. ഞാൻ വിവാഹം കഴിക്കുന്നവള് കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും എന്റെ സന്തോഷത്തിന് ഒത്തു നിൽക്കണം. ഞാൻ പറയുന്ന അതേപടി അനുസരിക്കണം. നിങ്ങൾ നോക്കിക്കോ, അവളിപ്പോ ഇങ്ങെത്തും. ഹലോ സന്തോഷ്. ഹലോ ആന്റി. പറയ് സന്തോഷ്. എനിക്ക് സഞ്ജനയോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് ഇങ്ങോട്ടേക്ക് അയക്കൂ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ പറയാം. എവിടേക്കാ പറഞ്ഞു വിടണ്ടേ? കേരള കോഫി ഷോപ്പിലേക്ക് അയച്ചാൽ മതി, ഞാൻ അവിടേക്ക് വന്നോളാം. ശരി സന്തോഷ്. ഓക്കെ ആന്റി, ബൈ. സഞ്ജന, ഇങ്ങോട്ട് വന്നേ. എന്താ മോം? സന്തോഷിന് അർജന്റായിട്ട് നിന്നോട് എന്തോ പറയാനുണ്ടത്രേ. കേരള കോഫി ഹൗസിലുണ്ട്, ചെന്ന് കണ്ടിട്ട് വാ. ഇപ്പൊ എന്തിനാ മോം? പിന്നീട് ആവാലോ. അങ്ങനെ പറയരുത് മോളെ. കല്യാണത്തിന് മുമ്പേ രണ്ടുപേരും മിണ്ടിയും പറഞ്ഞിരുന്നാലേ കല്യാണം നടക്കുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഇതിപ്പോ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ, അപ്പൊ കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. മോം പ്ലീസ്. എനിക്കൊരു പ്ലീസും കേൾക്കണമെന്നില്ല. കരിഞ്ഞുപോയ മസാല ദോശ പോലെ മുഖം കൂർപ്പിച്ചോണ്ടിരിക്കാണ്ട് സന്തോഷായിട്ട് ചെന്ന് സന്തോഷിനെ കണ്ടിട്ട് വാ. പറഞ്ഞേട്ടല്ലോ. വാ സഞ്ജന, ഇങ്ങോട്ടേക്ക് ഇരിക്കാം. Come on, sit there. She is my fiancée, സഞ്ജന. ഇവരെന്റെ ഫ്രണ്ട്സാ. ഹായ് സന്തോഷ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ചോദിച്ചോട്ടെ? വൈ നോട്ട്? ചോദിക്കടാ. നിനക്ക് വെസ്റ്റേൺ കൾച്ചറിനോടല്ലേ താല്പര്യം? പക്ഷെ നിന്റെ ഫിയാൻസി ഒരു ഫാഷനും ഇല്ലാത്ത സാധാരണ കുട്ടിയാണല്ലോ. അപ്പം പറഞ്ഞാലും കാര്യമുണ്ട്. കോഫി ഷോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇത് വല്ല പബ്ബിലേക്കും ആയിരുന്നെങ്കിലോ? അവിടെ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നാ എന്തൊരു നാണക്കേടാ. എടാ സന്തോഷേ, നീ ഒരു മോഡലിനെ പോലെ ഇരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ഞങ്ങൾ കരുതി. പക്ഷേ ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു നിന്റെ ടേസ്റ്റ്. ഇറ്റ്സ് അൺബിലീവബിൾ. വാട്ട് ഈസ് ദിസ് സഞ്ജന? നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു സന്തോഷ്? വെസ്റ്റേൺ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ തന്നെ പറഞ്ഞതാ. ട്രെൻഡി ഡ്രസ്സസ് ഇട്ടൂടെ? ഒരു 40 വർഷം മുമ്പ് ഇടേണ്ട ഡ്രസ്സ് ഇട്ടോണ്ട് എന്തിനാ വന്നേ? എന്റെ ഫ്രണ്ട്സ് ആരും ഇന്ന് വരെ എന്നോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അവര് എന്തൊക്കെ കമന്റാ നിന്നെ നോക്കി പറഞ്ഞത്. കമന്നടിച്ചു കിടന്ന് ചിരിക്കും എല്ലാവരും അവിടെ. അവരങ്ങനെ സംസാരിച്ചാ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും സന്തോഷ്? എനിക്കൊന്നും അറിയില്ല, നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. നമ്മുടെ കല്യാണത്തിന് മുൻപ് നിന്റെ സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം മാറിയിരിക്കണം. ഞാൻ ചുരിദാറ ഇടൂ, കളവിയെ പോലെ നടക്കൂന്നൊക്കെ പറഞ്ഞോ, എന്റെ അടുത്ത് നടക്കുകയല്ല. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എനിക്കിഷ്ടപ്പെട്ടതുപോലെ നടക്കണം. ഞാൻ പറയുന്നത് മാത്രം ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്?
ഞാൻ നന്ദൻ കുടുംബത്തിലെ മരുമകളായതുകൊണ്ട് തന്നെയാ എനിക്ക് ആ ഫോട്ടോയിൽ നിൽക്കാനുള്ള അർഹതയുണ്ടായത്. ഈ മാഗസിന്റെ ഫ്രണ്ട് പേജിലുള്ള ഫാമിലി ഫോട്ടോയിൽ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട്. ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലെന്നോ മിഥുനേട്ടന്റെ ഭാര്യയല്ലെന്നൊക്കെ പറയാൻ വന്ന് ചിലപ്പോ നിങ്ങൾ വിവരം അറിഞ്ഞെന്നിരിക്കും. മേഘനെ, മിഥുന്റെ ഒപ്പം നിനക്കൊരു സ്ഥാനമില്ല. അത് ഞാൻ ഉള്ളിടത്തോളം അനുവദിച്ചു തരില്ല. നീ എന്താ ചെയ്യുന്നത് മഞ്ജരി? നിന്നെയും മിഥുനെയും തമ്മിൽ വേർപെടുത്തുകയാണ്. ഇങ്ങനെ കടലാസ് ഫോട്ടോകൾ കേറിക്കളഞ്ഞ് സന്തോഷിക്കാൻ മാത്രമേ നിനക്ക് സാധിക്കൂ മഞ്ജരി. മിഥുന്റെ അരികിൽ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാനോ നന്ദൻ കുടുംബത്തിന്റെ മരുമകളുടെ സ്ഥാനത്ത് പോസ് ചെയ്യാനോ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? എവിടെയോ കിടന്നവള് ഇത്ര വലിയ മാഗസീനില് മിഥുന്റെ അരികിൽ ഭാര്യ സ്ഥാനത്ത് ഞെളിഞ്ഞു നിൽക്കുന്നോ? അന്ന് തന്നെ നിന്നോട് ഇതൊക്കെ ചോദിക്കണമെന്ന് കരുതിയതാ. ഞാൻ നിൽക്കേണ്ട സ്ഥാനമാണത്. അവിടെ നീ കയറി നിന്നാ എനിക്കത് സഹിക്കാൻ പറ്റൂ. അന്ന് ആ മീഡിയക്കാരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നതാ. പക്ഷെ ഇനി അതങ്ങ് നടക്കൂന്ന് കരുതണ്ട. കയ്യിന്നെവിടെ? നീ എന്തോ വലിയ കാര്യം ചെയ്യായിരുന്നെങ്കിൽ ചെയ്തോ എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയിക്കൊണ്ടേനെ. ഇങ്ങനൊരു വൃത്തികേട് കാണിക്കുമ്പോ എങ്ങനെ വിട്ടിട്ട് പോണെന്നാ പറയുന്നേ? കയ്യിലെവിടെ? മേഘനെ, നീ എന്താ ചെയ്യുന്നേ? എന്റെ കയ്യിന്ന് വിട്. എങ്കിലെ മാഗസിൻ താഴെ വെക്ക്. അപ്പൊ ഞാൻ നിന്റെ കയ്യിന്ന് വിടാം. താഴെ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യോടി? എങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ കൈ നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ കയ്യിന്ന് വിടുന്നുണ്ടോ മേഘനെ? നീ ആ മാഗസിൻ താഴെ വെച്ചില്ലെങ്കിൽ നിന്റെ കയ്യിലിരുന്ന കടലാസ് ചുളുങ്ങുന്നത് പോലെ എന്റെ കയ്യിലിരിക്കുന്ന നിന്റെ കൈ ചളുങ്ങും. ശരിക്കുള്ള വേദന എന്താണെന്ന് അറിയണമെന്നുണ്ടോ നിനക്ക്? മഞ്ജരി, എന്റെ കാര്യത്തിലും ഈ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും നിന്റെ പ്രവൃത്തിയുടെ രീതി അനുസരിച്ചായിരിക്കും എനിക്കും നിന്നോട് പെരുമാറേണ്ടി വരിക എന്നോർത്തോ. നീ ഇനിയും തൈത്തക്ക നിന്ന് കളിച്ചാ ഞാൻ പാര കുത്തി കയറ്റേണ്ടി വരും. വല്ല കള്ളത്തരവും കുതന്ത്രവും മെനഞ്ഞ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിച്ചിടും. മേഘനയുടെ ഇങ്ങനൊരു മുഖം നീ കണ്ടിരിക്കില്ല. നിനക്ക് തെറ്റിപ്പോയി. ആരുടെ ധൈര്യത്തിലാ മേഘനെ ഇങ്ങനെ നിന്ന് വിറഞ്ഞു തുള്ളുന്നേ? എന്നോട് വേണ്ട നിന്റെ കളി. നിന്നെ അത്ര പെട്ടെന്ന് ഞാൻ വിടൂന്ന് കരുതണ്ട. നീ ഇവിടെ ജീവിക്കാൻ പോകുന്നത് വളരെ കുറച്ച് നാളുകൾ മാത്രം. അക്കാര്യം നീ അങ്ങ് മറന്നു പോകുന്നുണ്ട്. ഞാൻ എത്ര കാലം ഇവിടെ ഉണ്ടെങ്കിലും സകല അവകാശങ്ങളോടും കൂടി കഴിയും. നന്ദൻ കുടുംബത്തിലെ മരുമകളാണ് ഞാൻ. പക്ഷെ നീ ഇവിടെ
ഞാൻ എറിഞ്ഞു തന്ന സഹതാപത്തിന്റെ വിത്തിൽ മുളച്ച തകരയാ. വാട്ട്? നീ എന്നോട് സഹതാപം കാണിക്കുന്നുണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നേ? ആണല്ലോ. ഞാനൊന്ന് ശ്രമിച്ചാ ഇപ്പൊ തന്നെ ഇവിടുന്ന് നിന്നെ പുകച്ചു പുറത്ത് ചാടിക്കും. ഈ വീടിന്റെ ഗേറ്റ് കടന്ന് പിന്നെ നീ അകത്ത് വരില്ല. പക്ഷെ അമ്മയ്ക്കും മിഥുനേട്ടനൊക്കെ വിഷമാവല്ലോ എന്ന് കരുതി മാത്രം ഞാൻ വെറുതെ വിടുന്നേ. അവരുടെ മനസമാധാനം നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ഞാൻ എറിഞ്ഞു തരുന്ന ചെറിയൊരു കാരുണ്യം. ഇനി ഇത്തരത്തിലുള്ള വിഡ്ഢിവേഷം കെട്ടി ഈ കുടുംബത്തിൽ നിന്ന് കളിക്കാൻ ശ്രമിച്ചിട്ട് അതെങ്ങാനും ഞാൻ അറിഞ്ഞു എന്നിരിക്കട്ടെ, പിന്നെ നിന്റെ പൂട പോലും ഇവിടെ കാണില്ല. ഓർമ്മയിരിക്കട്ടെ. മേഘനെ, കായബലം കാണിച്ച് പേടിപ്പിച്ച് എന്നെ തോൽപ്പിച്ചു എന്നുള്ള ധൈര്യമായിരിക്കുമല്ലോ നിനക്ക്. പക്ഷെ ബുദ്ധിയുടെ ബലം കൊണ്ട് ഞാൻ നിന്നെ ജയിക്കും. എന്റെ ഗൂഢാലോചനയ്ക്ക് മുൻപിൽ നീ നിന്ന് വട്ടം കറങ്ങും മേഘനെ. അതൊത്തിരി വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാവും. മേഘനേട്ടത്തി, നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. നീ ആകെ തകർന്ന അവസ്ഥയിലാണല്ലോ. മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അതിന്റെ വെപ്രാളം മുഖത്തും കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിൽ ഒളിപ്പിക്കുന്നിടത്തോളം കാലം അതിന്റെ ഭാരം കൂടി കൂടി വരികയുള്ളൂ. അതൊന്ന് പുറത്ത് പറഞ്ഞു നോക്ക്. നിന്റെ മനസ്സിലെ ഭാരം ഒരല്പം കുറയും. പ്ലീസ് ഏട്ടത്തി, എന്നോടൊന്നും ചോദിക്കരുത്. സഞ്ജന, ഇതിനു മുൻപ് മേഘനേട്ടത്തെ ഇന്നും വിളിച്ചുകൊണ്ട് എന്റെ പുറകെ നടന്ന കുട്ടിയാ. നിനക്ക് ചുറ്റും എന്ത് നടന്നാലും അതെല്ലാം നീ എന്നെ അറിയിക്കുമായിരുന്നു. എന്നിട്ട് നിനക്കിപ്പോ ഞാൻ അത്രയ്ക്കും മഞ്ഞയായി പോയോ മോളെ? സാരില്ല, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടവര് വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല. എന്താ ഉണ്ടായിന്ന് എന്നോട് പറയേ. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല ഏട്ടത്തി. എന്തു പറ്റി സഞ്ജന? അവരൊക്കെ വലിയ കുടുംബക്കാരാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. ആ ചെറുക്കനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിന്റെയും സന്തോഷിന്റെയും കല്യാണം കഴിഞ്ഞ സന്തോഷമായിട്ട് ജീവിക്കുന്ന എല്ലാവരും കരുതുന്ന. പക്ഷെ നിനക്കെന്താ മോളെ ഇഷ്ടമല്ലാത്തെ? എന്താന്നാ പറയാ ഏട്ടത്തി, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിഷ്ടമാണോ അല്ലയോ എന്ന് ആരും ഒരു അഭിപ്രായം ചോദിക്കാൻ പോലും തയ്യാറായില്ലല്ലോ. എന്റെ മനസ്സിൽ എന്താണെന്നും ആരും മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ ഇപ്പൊ എന്താ ഉണ്ടായത് മോളെ? സന്തോഷ് എനിക്ക് സെറ്റ് ആവില്ല ഏട്ടത്തി. എന്റെ ചിന്താഗതികൾ വേറെയാ. എന്നെ അടിമുടി മാറ്റാനാ അവന്റെ അമ്മയെ ശ്രമിക്കുന്നത്. മോഡേൺ ആയി നടക്കാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല ഏട്ടത്തി. പക്ഷെ അവരുടെ ഇഷ്ടത്തിനൊത്ത് എന്നോട് മാറണമെന്നാണ് അവരിപ്പം നിർബന്ധം പിടിക്കുന്നത്. ആ എക്സ്പെക്ടേഷൻസിനോട് എനിക്ക് ഒരിക്കലും ഒത്തുപോകാൻ സാധിക്കില്ല ഏട്ടത്തി. ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയും ഓരോ തരത്തിലായിരിക്കും. ഒരിക്കലും നമ്മൾ മനുഷ്യരുടെ ചിന്തകൾ ഒരേപോലെയുള്ളവയായിരിക്കില്ല. അഭിപ്രായ ഭിന്നതകൾ എല്ലാവരിലുമുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ വിട്ടുകള. അത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോ ഒരിക്കലും ആർക്കും ഒന്നിച്ച് ജീവിക്കാനാവില്ല. കല്യാണം എന്ന ഈ ആചാരങ്ങൾ പോലും പിന്നെ ഇല്ലാതാവും. രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ ഒത്തിരി കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഏട്ടത്തി പറഞ്ഞൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അതൊക്കെ ശരിയായിരിക്കാം. ഞാനും അങ്ങനെ തന്നെയാ. കഴിയുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വെറുതെ വാശി പിടിക്കുന്ന സ്വഭാവം എനിക്കില്ലെന്നറിയാലോ. പക്ഷെ ഇത്
ഒരു ബന്ധുര കാഞ്ചന കൂട്ടിലടയ്ക്കാനുള്ള രീതിയിലാണ് സന്തോഷ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടിൽ അകപ്പെടാൻ എനിക്കാവില്ല. സന്തോഷ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഒരു ഭാര്യയല്ല, അവന് വേണ്ടത് അവന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയാ. അവന്റെ അഭിരുചിക്കത്ത് എനിക്ക് ഈ ജന്മം മാറാനാവില്ലെന്ന് തോന്നുന്നു ഏട്ടത്തി. അവന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് അവൻ വില കൽപ്പിക്കുന്നത്. അവൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക, അവന്റെ വാക്കുകൾക്കൊത്ത് അതേപടി പെരുമാറുന്ന ഒരു അടിമ. എന്നവൻ തീർത്ത് പറഞ്ഞോ? പറഞ്ഞു ഏട്ടത്തി. ചെറിയ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചേനെ. ഇതങ്ങനെയല്ല. അവൻ എന്റെ മുഖത്ത് നോക്കി ഒരു താക്കീത് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അവന്റെ ഇഷ്ടത്തിനൊത്ത് മാറിയേ തീരൂ, അല്ലെങ്കിൽ മാറ്റിയെടുക്കുമെന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു ഏട്ടത്തി. ഇനി അതൊക്കെ പോട്ടെന്ന് വെച്ചാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിത്തത്തെക്കുറിച്ച് സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞത്. അതിനർത്ഥം കല്യാണത്തിന് ശേഷം ഞാൻ എന്ന വ്യക്തിക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നല്ലേ? എന്റെ ഇഷ്ടത്തിനൊത്തൊന്ന് ശ്വാസം വിടാൻ പോലും എന്നെ അവൻ സമ്മതിച്ചു എന്ന് വരില്ല. കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. പക്ഷെ ഇത് ഒരു വ്യക്തിത്വത്തെ തന്നെ മാറ്റാന്ന് പറഞ്ഞാ അതത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തി നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന വ്യക്തിയായിരിക്കണം. നമ്മുടെ ചിന്താഗതികളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നവനായിരിക്കരുത്. എന്തായാലും മിഥുനേട്ടനോട് ഞാൻ ഇക്കാര്യം ഒന്ന് സംസാരിക്കട്ടെ. അതൊന്നും വേണ്ട വേണ്ട. എന്റെയും വിവേകിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞുന്ന് മോം ഇനി ഒരിടത്തും പറയാൻ ബാക്കിയില്ല. ഇനി എന്തെങ്കിലും ഒരു മുടക്കുണ്ടായ മോമിന് അത് സഹിക്കാനും പറ്റില്ല. എന്നെയും വല്ലാണ്ട് വഴക്ക് പറയും. ഈ വീട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുള്ളതാ. ഒരു വ്യക്തിയെ ഓർത്ത് പേടിച്ചൊതുങ്ങിക്കൊണ്ട് ജീവിതകാലം മൊത്തം നീ ഒരു വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുക. അങ്ങനൊരവസ്ഥയിലേക്ക് നീ പോകരുത് സഞ്ജനെ. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കെ. ഓക്കെ മോളെ? ഒരാളുടെ മനസ്സ് മറ്റൊരാളുടെ മനസ്സുമായി പൂർണ്ണമായും ലയിച്ചു ചേരുന്നത്ര സ്നേഹമുണ്ടെങ്കിൽ ഒരാളുടെ വരവ് മറ്റേയാൾക്ക് ഈ ലോകത്തിലെ പഞ്ചഭൂതങ്ങളെ തന്നെ അറിയിക്കുമെന്ന. അപ്പൊ എന്നെ നിനക്ക് ഇഷ്ടമല്ലെന്നാണോ? മിഥുനേട്ടൻ എന്റെ തന്നെ മറുപാതിയാണ്. ഏട്ടൻ എന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ട എന്ന് തോന്നും. എനിക്ക് മിഥുനേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു മിഥുനേട്ട.